വിന്നേഴ്സ് അക്കാഡമിയുടെ ഇൻട്രഡക്ഷൻ ടു അക്കൗണ്ടിങ് എന്ന ക്ലാസ്സിൻ്റെ 15ാമത്തെ ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രാജൻ മാഷ്. ഒരു 40-41 വർഷത്തോളം അക്കൗണ്ടൻസി പഠിപ്പിച്ച് കുറേയധികം കുട്ടികളെ നല്ല നിലയിൽ എത്തിക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് സത്യം. കഴിഞ്ഞ ദിവസം നമ്മൾ ബാങ്ക് റെക്കൺസിലിയേഷനെ പറ്റി പരിചയപ്പെട്ടു. അതിൻ്റെ ഒരു ഭാഗം ബാങ്ക് റെക്കൺസിലിയേഷൻ എന്ന് പറയുന്നത് ക്യാഷ് ബുക്കിൻ്റെ ബാലൻസും പാസ്ബുക്കിൻ്റെ ബാലൻസും തമ്മിലുള്ള താരതമ്യ പഠനമാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു കണക്ക് നിങ്ങൾക്ക് വളരെ ലളിതമായ രീതിയിൽ വിശദീകരിച്ചു തന്നു. ബാങ്ക് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് തന്നാൽ പാസ്ബുക്ക് എങ്ങനെ കാണാം? ക്യാഷ് ബുക്കിൽ ഡെബിറ്റ് ബാലൻസ് നമ്മുടെ ഡിപ്പോസിറ്റിനെ സൂചിപ്പിക്കുമെങ്കിൽ പാസ്ബുക്കിൽ അത് ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. എന്നാൽ ക്യാഷ് ബുക്കിൽ ക്രെഡിറ്റ് ബാലൻസ് വരുന്നത് നമ്മുടെ ഓവർ ഡ്രാഫ്റ്റിനെ കണക്കാക്കുന്നു സൂചിപ്പിക്കുന്നുവെങ്കിൽ പാസ്ബുക്കിൽ അത് ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. ചുരുക്കത്തിൽ ഡെബിറ്റ് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് ഇൻഡിക്കേറ്റ് ഓവർ ഡ്രാഫ്റ്റ്. ക്രെഡിറ്റ് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് ഡിപ്പോസിറ്റിനെ സൂചിപ്പിക്കും. ഡെബിറ്റ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ഡിപ്പോസിറ്റിനെ സൂചിപ്പിക്കുമെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ഓവർ ഡ്രാഫ്റ്റ് കടത്തിനെ സൂചിപ്പിക്കും. എല്ലായ്പ്പോഴും എല്ലാ കച്ചവടക്കാർക്കും ബാങ്കിൽ ഡിപ്പോസിറ്റ് ആയിരിക്കില്ല, മറിച്ച് നിക്ഷേപിച്ചതിനേക്കാൾ കൂടുതൽ പണം ബാങ്കിൽ നിന്ന് എടുത്താൽ അതാണ് ഓവർ ഡ്രാഫ്റ്റ്. OVERDRAFT ഓവർ ഡ്രാഫ്റ്റ്. അധികം പറ്റും. ഈ എക്സസ് വിഡ്രോവൽ ഓവർ ഡിപ്പോസിറ്റ്, ദാറ്റ് മീൻസ് ഓവർ ഡ്രാഫ്റ്റ്. എക്സസ് വിഡ്രോവൽ ഓവർ ഡിപ്പോസിറ്റ്. ഇനി പാസ്ബുക്ക് ബാലൻസ് ചോദ്യത്തിൽ തന്നാൽ ക്യാഷ് ബുക്ക് ബാലൻസ് കിട്ടും. കഴിഞ്ഞ ദിവസം നമ്മൾ അതിൻ്റെ റിവേഴ്സ് ചെയ്തു. ക്യാഷ് ബുക്ക് തന്നിട്ട് പാസ്ബുക്ക് ബാലൻസ് കിട്ടും. ഇന്ന് പാസ്ബുക്ക് ബാലൻസ് തന്നിട്ട് ക്യാഷ് ബുക്ക് ബാലൻസ് എങ്ങനെ കണ്ടുപിടിക്കും? രണ്ട് ബുക്കും തമ്മിൽ വ്യത്യാസപ്പെടാനുള്ള റീസൺസ്, കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ്, ചെക്ക് ഡിപ്പോസിറ്റ് ബട്ട് നോട്ട് ക്ലിയർഡ്, bank charges debited in the passbook, expenses paid by the bank, interest on deposit collected by the bank, a customer directly paid into bank, check deposited with the bank later on disowning. ഇതൊക്കെയാണ് ബാങ്ക് പാസ്ബുക്കും ട്രേഡർ ക്യാഷ് ബുക്കും തമ്മിൽ വ്യത്യാസം വരാനുള്ള കാരണങ്ങൾ. +1 കുട്ടികളെ പ്രധാനമായും ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ ക്ലാസ് എടുക്കുന്നത്. +1 പരീക്ഷ തുടങ്ങിക്കഴിഞ്ഞു. അക്കൗണ്ടൻസി പരീക്ഷ ഒരാഴ്ചക്കുള്ളിൽ വരും. അതിന് ശേഷം +2 പിള്ളേരുടെ അക്കൗണ്ടൻസിയുടെ ക്ലാസ്സുകൾ ചെറിയ തോതിൽ നൽകുന്നതായിരിക്കും. താല്പര്യമുള്ളവർ കാണുക, കേൾക്കുക. തീർച്ചയായും നിങ്ങൾക്കത് ഉപയോഗപ്പെടും. എല്ലാ പാഠങ്ങളെ പറ്റിയും ഒരു ഏകദേശ രൂപം +1 ഇപ്പോൾ ഞാൻ തന്നു കഴിഞ്ഞു. ഇനി 1-2 പാഠങ്ങളും കൂടിയുണ്ട്. അധികം വൈകാതെ തന്നെ അതിൻ്റെ ക്ലാസ്സുകൾ പ്രതീക്ഷിക്കാം. ഞാൻ പറഞ്ഞു വന്നത് ബാങ്ക് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക്. ബാങ്ക് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് 9,000. 2,000 രൂപയുടെ ചെക്ക് ഇഷ്യൂ ചെയ്തു, ബാങ്കിൽ പ്രൊസന്റ് ചെയ്തിട്ടില്ല. ചെക്ക് ട്രേഡർ ഇഷ്യൂ ചെയ്യുമ്പോൾ തന്നെ ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തുന്നു. ക്യാഷ് ബുക്ക് ബാലൻസ് കുറയുന്നു.
ബാങ്കിൽ പ്രസൻറ്റ് ചെയ്യാത്തത് കൊണ്ട് പാസ്ബുക്കിൽ രേഖപ്പെടുത്തിയില്ല, പാസ്ബുക്ക് ബാലൻസ് കുറഞ്ഞിട്ടില്ല. അപ്പോൾ ക്യാഷ് ബുക്ക് ബാലൻസ് കുറഞ്ഞാൽ പാസ്ബുക്ക് ബാലൻസ് കൂടിയിരിക്കും. നമ്മൾ തുടങ്ങിയത് കൂടിയ ബാലൻസ് ഉൾക്കൊള്ളുന്ന പാസ്ബുക്കിൽ തുടങ്ങി ഇതിനേക്കാൾ കുറഞ്ഞ ബാലൻസ് ഉള്ള ക്യാഷ് ബുക്ക് കാണണം. അപ്പോൾ കുറയ്ക്കണം, ലെസ്. ഓരോ സംഖ്യയും കൂട്ടാനുള്ളത് കുറയ്ക്കാനുള്ളത് പ്രത്യേകം എഴുതി കഴിഞ്ഞാൽ ഓരോന്നും പ്രത്യേകം മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഇനി രണ്ടാമത്തെ റീസൺ, ചെക്ക് ഡിപ്പോസിറ്റഡ് വിത്ത് ദ ബാങ്ക് ബട്ട് നോട്ട് ക്ലിയർ. 1500 രൂപയുടെ ചെക്ക് നമുക്ക് കിട്ടി, നമ്മുടെ ക്യാഷ് ബുക്കിൽ എൻട്രി ചെയ്തു, ക്യാഷ് ബുക്ക് ബാലൻസ് കൂടി, ബാങ്ക് കൊടുത്തു, പാസ്ബുക്കിൽ എൻട്രി ചെയ്തില്ല. ഇനി ചിലപ്പോൾ 31-ാം തീയതിക്ക് മുമ്പായിട്ട് നമ്മൾ കൊടുത്തെങ്കിൽ 31-ാം തീയതിക്ക് ശേഷമായിട്ട് പാസ്ബുക്കിൽ എൻട്രി ചെയ്തു. അപ്പോൾ ചെക്ക് ക്യാഷ് ബുക്കിൽ എൻട്രി ചെയ്യുമ്പോൾ ക്യാഷ് ബുക്ക് ബാലൻസ് കൂടി, പാസ്ബുക്കിൽ എൻട്രി ചെയ്യാത്തതുകൊണ്ട് പാസ്ബുക്ക് ബാലൻസ് കൂടിയില്ല. അപ്പോൾ ക്യാഷ് ബുക്ക് ബാലൻസ് കൂടിയും പാസ്ബുക്ക് ബാലൻസ് കുറഞ്ഞു വരും. നമ്മൾ കുറഞ്ഞ ബാലൻസായ പാസ്ബുക്കിൽ തുടങ്ങി ഇതിനേക്കാൾ കൂടിയ ബാലൻസ് ഉള്ള ക്യാഷ് ബുക്ക് കാണാൻ കുറഞ്ഞ സംഖ്യയിൽ നിന്ന് കൂടിയ സംഖ്യയിലേക്ക് പോകാൻ കൂട്ടണം, കൂടിയ സംഖ്യയിൽ നിന്ന് കുറഞ്ഞ സംഖ്യയിലേക്ക് വരാൻ കുറയ്ക്കണം. അപ്പോൾ അപ്പോൾ ഒന്നാമത്തെ ചെക്ക് ഇഷ്യൂഡ് ലെസ് ആണെങ്കിൽ ചെക്ക് ഡിപ്പോസിറ്റഡ് അത് ഏത് ബാലൻസ് തുടങ്ങിയാലും എപ്പോഴും റിവേഴ്സ് എഫക്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് വേണ്ടി ബാങ്കുകാരൻ പല ചെലവുകൾ, ഇൻഷുറൻസ് പ്രീമിയം, മൊബൈൽ റീചാർജ്, കറണ്ട്, വാട്ടർ ബില്ല്, ഇലക്ട്രിസിറ്റി ബില്ല് ഒക്കെ അടയ്ക്കും. സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്. അപ്പോൾ ഓരോ മാസവും നമ്മളിതിനു വേണ്ടി മെനക്കെട്ട ഇതൊക്കെ ഈ ബില്ലുകളൊക്കെ കൃത്യമായിട്ട് അടച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ ബാങ്കുകാരൻ നമുക്ക് വേണ്ടി ഇൻഷുറൻസ് പ്രീമിയം, ഇലക്ട്രിസിറ്റി ബില്ലോ വാട്ടർ ബില്ലോ അടയ്ക്കുകയാണെങ്കിൽ പാസ്ബുക്കിൽ അത് രേഖപ്പെടുത്തും. നമ്മുടെ പാസ്ബുക്കിലെ ഡിപ്പോസിറ്റ് കുറയും. ഈ വിവരം നമ്മൾ അറിഞ്ഞിട്ടില്ല, ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തിയില്ല. അപ്പോൾ പാസ്ബുക്ക് ബാലൻസ് കുറഞ്ഞും ക്യാഷ് ബുക്ക് ബാലൻസ് കൂടിയിരിക്കും. നമ്മൾ കുറഞ്ഞ ബാലൻസായ പാസ്ബുക്കിലാണ് തുടങ്ങിയത്, കൂടിയ ബാലൻസ് കാണാൻ വേഗം മനസ്സിലാക്കാൻ വേണ്ടി ഒരു എക്സാമ്പിൾ ചെയ്തേ ഉള്ളൂ. ഇനി ബാങ്ക് ചാർജസ് ഡെബിറ്റഡ് ഇൻകം പാസ്. ബാങ്കിന് പല വിധത്തിലുള്ള ചാർജ് ഉണ്ടാകും. കസ്റ്റമർക്ക് വേണ്ടി ചെക്ക് കളക്ഷൻ അയക്കുക, കളക്ട് ചെയ്ത് ട്രേഡറിൻ്റെ അക്കൗണ്ടിൽ വഴിവയ്ക്കുക, ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് സർവീസ് ബാങ്ക് ചെയ്യുന്നു. ഇതിനുള്ള പ്രതിഫലമായിട്ട് ബാങ്കുകാരൻ ബാങ്ക് ചാർജസ് ഇടാണ്. ബാങ്ക് ചാർജസ് ഉണ്ടാകുമ്പോൾ പാസ്ബുക്കിൽ രേഖപ്പെടുത്തുന്നു, പാസ്ബുക്ക് ബാലൻസ് കുറഞ്ഞു, ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തിയില്ല, ക്യാഷ് ബുക്ക് കുറഞ്ഞിട്ടില്ല. അപ്പോൾ കുറഞ്ഞ ബാലൻസായ പാസ്ബുക്കിൽ തുടങ്ങി കൂടിയ ബാലൻസായ ക്യാഷ് ബുക്ക് കാണാൻ നമുക്ക് പണം തരാനുള്ള നമ്മുടെ ഒരു കസ്റ്റമർ നമ്മുടെ അക്കൗണ്ടിൽ ബാങ്കിൽ നിക്ഷേപിച്ചു. ആ പണം എന്തോ ആവശ്യത്തിന് ബാങ്കിൽ പോയപ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ അവർ നമുക്ക് തരാനുള്ള പണം നിക്ഷേപിച്ചു. ഈ വിവരം നമ്മൾ അറിഞ്ഞില്ല, നമ്മുടെ ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടില്ല. മറിച്ച് പാസ്ബുക്കിൽ രേഖപ്പെടുത്തിയതുകൊണ്ട് പാസ്ബുക്ക് ബാലൻസ് കൂടി, ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്താത്തതുകൊണ്ട് ക്യാഷ് ബുക്ക് ബാലൻസ് കൂടിയിട്ടില്ല. അപ്പോൾ നമ്മൾ തുടങ്ങിയത് കൂടിയ ബാലൻസ് ഉൾപ്പെടുന്ന പാസ്ബുക്കിൽ തുടങ്ങി കുറഞ്ഞ ബാലൻസായ ക്യാഷ് ബുക്ക് കാണാൻ ലെസ് കുറയ്ക്കണം. ലെസ് കസ്റ്റമർ ഡയറക്ട്ലി പെയ്ഡ് ടു ബാങ്ക്.
കസ്റ്റമർ കയ്യിൽ നിന്ന് നമുക്ക് ചെക്ക് കിട്ടുന്നു, നമ്മൾ ക്യാഷ് ബുക്കിൽ വരവച്ചു, ക്യാഷ് ബുക്ക് ബാലൻസ് കൂടി, അത് ബാങ്കിൽ കളക്ഷന് വേണ്ടി കൊടുത്തു, ബാങ്കുകാരൻ കളക്ഷന് വേണ്ടി അയച്ചു കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ അത് പാസ്ബുക്കിൽ രേഖപ്പെടുത്തി, അപ്പോൾ 2 ബാലൻസ് കൂടി. ഒരാഴ്ച കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ് കളക്ഷന് വേണ്ടി അയച്ചപ്പോൾ ഇവൻ്റെ അക്കൗണ്ടിൽ ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഒപ്പില്ലാത്തതുകൊണ്ട് എന്താണെങ്കിലും ആ ചെക്ക് ഡിസോണറായി പറഞ്ഞാൽ തിരസ്കരിച്ചു. ആ വിവരം ആദ്യം അറിയുന്നത് ബാങ്കുകാരാണ്. അപ്പോൾ പാസ്ബുക്കിൽ അത് എൻട്രി ചെയ്യുന്നു, കുറയ്ക്കുന്നു, പാസ്ബുക്ക് ബാലൻസ് കുറഞ്ഞു. ഈ വിവരം നമ്മളറിഞ്ഞില്ല, ക്യാഷ് ബുക്കിൽ കുറഞ്ഞില്ല, അപ്പോൾ ക്യാഷ് ബുക്ക് കൂടി. കുറഞ്ഞ ബാലൻസായ പാസ്ബുക്കിൽ തുടങ്ങി കൂടിയ ബാലൻസായ ക്യാഷ് ബുക്ക് കാണാൻ ഡിസോർഡേഷൻ in the passbook. എഴുതുന്നു. ഇനി ലാസ്റ്റ് 7ാമത്തെ കോൺടെസ്റ്റ്, നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ നിർബന്ധമായും ഉറപ്പായും ഓരോ മാസവും അല്ലെങ്കിൽ ഓരോ വർഷവും 6 മാസം കൂടുമ്പോൾ നമുക്ക് ഡിപ്പോസിറ്റിന്മേൽ പലിശ കിട്ടും. പലിശ കിട്ടുമ്പോൾ നമ്മുടെ ഡിപ്പോസിറ്റിൽ ആ എമൗണ്ട് ചേർത്ത് ഡിപ്പോസിറ്റ് കൂടും. ഡിപ്പോസിറ്റ് കൂടി, പാസ്ബുക്ക് ബാലൻസ് കൂടി. ഈ വിവരം നമ്മളറിഞ്ഞില്ല, ക്യാഷ് ബുക്കിൽ എൻ്റർ ചെയ്തില്ല, ക്യാഷ് ബുക്ക് കൂടിയിട്ടില്ല. അപ്പോൾ നിലവിൽ പാസ്ബുക്ക് ബാലൻസ് കൂടിയും ക്യാഷ് ബുക്ക് ബാലൻസ് കുറഞ്ഞിരുന്നു. കൂടിയ ബാലൻസായ പാസ്ബുക്കിൽ തുടങ്ങി കുറഞ്ഞ ബാലൻസായ ക്യാഷ് ബുക്കുകളാണ് ലെസ് ഇൻട്രസ്റ്റ് credited in the passbook. കിട്ടിയതാണ് ബാങ്ക് ബാലൻസ് ക്യാഷ് 1, 2, 3, 4, 5, 6. There are 7 reasons, 7 causes for the disagreement between passbook balance and cash book balance. Please keep in your memory. Try to study well. അപ്പോൾ ഒരു ഏകദേശ ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു. ഇന്നത്തെ ക്ലാസ്സിൻ്റെ നടത്തുന്നു. ക്ലാസ് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഏതെങ്കിലുമൊക്കെ കുട്ടികൾക്ക് ഉപകാരം ആകും എന്നാണ് പ്രതീക്ഷ. Okay.